ആശാനെ പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഇന്നും കൂടി വാങ്ങിയില്ലെങ്കിൽ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. അടിക്കാം. ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത, എങ്ങോട്ടൊരു സർക്കിട്ട്? എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി, ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. എന്തർത്ഥം മാറൂന്ന് മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ, ഞങ്ങള് എടാ ഭരത, നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷർട്ടാവും? പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. തലി ഇറക്കിയ അവള് പറഞ്ഞാൽ ആരാ കൂട്ടാക്കാൻ പോണു? ഞാനത് അപ്പളേ മറന്നു. എന്നാലും അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? നീ അത് കള, നിനക്ക് മാങ്ങ കിട്ടുമല്ലേ വേണ്ടു. നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9-ന്റെ വണ്ടി കിട്ടുമോ? എനിക്ക് മാങ്ങാ തരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. പതിവായിട്ട് ഞാനല്ലേ വാങ്ങിക്കുന്നത്. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. 4 കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാ? എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ? നിർത്തണടാ. അവൾ എന്തു പറഞ്ഞിട്ടാ പോയത്? ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടു. കുറച്ചു നാളായി അവളുടെ പെരുമാറ്റത്തില് മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ഇത്? ഒന്നുമില്ല സെന്റാ. നിനക്ക് തന്നെ അവൾക്ക് കൊടുത്തോടായിരുന്നോ? ഭരത, ഞാൻ പറഞ്ഞ 2 അവധിയും തെറ്റി. അന്ന് വാങ്ങിച്ച കാശ് ഈ ആഴ്ചയും തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്പം കൂടെ നീ ക്ഷമിക്കണം. അതിന് ഞാൻ കാശ് ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് ഇവിടെ എന്താവാനാ? ഓർക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, വനജയുടെ ആലോചന എവിടം വരെയായി? ഒന്നും ആയിട്ടില്ല. വന്നിട്ട് 2 ദിവസമായുള്ളൂ, അപ്പോഴേക്ക് ഇര കുത്തിയോ? ഒരാക്കാള് കൊള്ളാമല്ലോ സാറേ. ആരാ അത്? എന്താണോ സാർ? മണി 11 ഇതുവരെ സാറിനെ കണ്ടില്ല, അതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. എന്താ കാര്യം? ഒന്നുമില്ല, 2 പ്രാവശ്യം DYSP വിളിച്ചിരുന്നു, എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന്. താൻ ചെല്ലി, ഞാൻ പിന്നെ വന്നേക്കാം. സാർ, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ പെണ്ണിന്റെ തന്ത? ജീവപര്യന്തത്തിൽ കിടക്കുന്ന കൊലപ്പുള്ളിയാ. ഷാപ്പിൽ വെച്ച് വഴക്കൂടി 2 പേരെ കൊന്നതിന്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് അയാൾ പരോളിൽ വരാറുണ്ട്. വരട്ടെ സാർ. എന്തൊരു ആനമുണ്ടെന്ന് നുണയാ സാറേ തട്ടിവിട്ടത്. ആ പെണ്ണിന്റെ തന്ത എത്തിട്ട് കാലവത്തരായി. ഇവനെയൊക്കെ ആദ്യം ഒന്ന് വിരട്ടി നിർത്തിയാലേ ശരിയാവൂ, ഇല്ലെങ്കിൽ പ്രാക്ക് നമുക്കൂടി കേൾക്കും. സത്യമായി അറിഞ്ഞാലോ? ചോദിക്കും. അപ്പോഴോ? ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഒരു നുണയുണ്ടാക്കാൻ ഈ കരുണാരൻ എത്ര നേരം വേണോടോ? താമാ രാജാവേ, ആർക്കും വെക്കാം. ഇതാണ് പുള്ളി, ഇതാണ് പുള്ളി. ഇതിൽ വേ, 1 വെച്ച 2 2 വെച്ച 4 4 വേഗം നിർത്തി പോയിക്കോ. എന്താ കർണാവിന്റെ കാര്യം? വേണ്ട, അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ പുതിയ SI ചാർജ് എടുത്തു. ആളെത്തിരി പെശക. ആരാ പുതിയ SI? ചെറിയ കൂലിക്കാർ. പ്രാക്ക് എന്നാ ഇരട്ട പേര്. പ്രാക്കോ? അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്റെ അംഗമൊന്നും വേണ്ട. ഉപദ്രവിയാണോ ആള്? അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. വാടോ.
എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വേടിക്കുറ്റിയോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാള് രാത്രി എന്തിനാ ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ... എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? ഇതൊന്നും വേണ്ട വിളിക്കണേ. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ആ, ഇവൻ കൊള്ളാം. ഇവനേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ, ഇത് കൊള്ളാൻ നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ, രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ, ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ, പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 100 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന കിടാവിനെ ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട, ഇത് നടക്കും. ആശാനെ ഇപ്പൊ വരാ, ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ആ, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. ദാ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ചു, പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ആ, ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. ഓ, അത്രേ ഉള്ളൂ. ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. ആ, പോട്ടെ, റൈറ്റ്. ആ, എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാൽ വരും. ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അംഗം കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന്റെ അസുഖമാടാ ശവികളെ? ആടാ, പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ. ഓ, താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണമെന്നേ, അവര് പോയിക്കോളും. എടാ, ഒന്ന് തലയിട്ടേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പാ. ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടെ ഒരു നായരുണ്ടായാൽ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി തരാം, പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവർ ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ആ, ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്നാ പറഞ്ഞു. അവർ രാഗം തീർന്ന മുമ്പിൽ കാണുന്നത്.